സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായി കൈകോർത്ത മലയാളി സമൂഹം സുമനസ്സുകളുടെ കാരുണ്യോഷം പ്രവഹിച്ചപ്പോൾ ഇതുവരെ ഒഴുകിയെത്തിയത് 24 കോടിയിലേറെ രൂപ. മോചനദ്രവ്യം അടയ്ക്കാൻ 3 ദിനം മാത്രം അവശേഷിക്കെ ഇനി കണ്ടെത്തേണ്ടത് 10 കോടിയോളം രൂപയാണ്. എനിക്കൊന്നെൻ്റെ കുട്ടിയൊന്ന് കാണണം. അതിന് തന്നെ ഈ ഉറുപ്പ്യ അങ്ങോട്ട് എത്തിച്ചു കൊടുത്താലല്ലേ, ഇത്രയും സംഖ്യയാണല്ലോ ഒരു ചോദിക്കുന്നത്. അത് നാട്ടുകാരെല്ലാവരും സഹകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ഇത് കാണാൻ കഴിയും. ഈ ഉമ്മയുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ മലയാളിയുടെ നെഞ്ചകത്തിലേക്കാണ് ആഴ്ന്നിറങ്ങിയത്. സൗദി ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന പ്രിയപ്പെട്ട മകന്റെ മോചനത്തിനായി കണ്ടെത്തേണ്ട 34 കോടി രൂപ എന്ന ഭീമമായ തുക അടക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 16 അബ്ദുറഹീം നിയമസഹായ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ മലയാളികൾ കൈകോർത്തപ്പോൾ ഒഴുകിയെത്തിയത് കോടികളുടെ കാരുണ്യവർഷമാണ്. നേരത്തെ SME ബാധിതരായ കുട്ടികൾക്ക് വേണ്ടി 18 കോടിയിലധികം രൂപ ഒന്നിലധികം തവണ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ച ചരിത്രം മലയാളിക്കുണ്ട്. അതേ കാരുണ്യം മറ്റൊരു തരത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് മലയാളി സമൂഹം. അസാധ്യമെന്ന് തോന്നിയ തുക സാധ്യമാക്കാനുള്ള പ്രയത്നത്തിലാണ് പല തുള്ളി പെരുവെള്ളം എന്ന ആപ്തവാക്യം പ്രാവർത്തികമാക്കി ഓരോ മലയാളിയുമുള്ളത്. നാട്ടിൽ നിന്നും സമാഹരിക്കുന്ന പണം അതിവേഗം സൗദിയിലെത്തിക്കാനുള്ള നടപടികൾ എംബസി മുഖേന നേരത്തെ തന്നെ ആരംഭിച്ചു. ധനസഹായം നൽകേണ്ട കുടുംബത്തിന്റെ അഭിഭാഷകനുമായി ഇന്നോ നാളെയോ ആയി എംബസി ഉദ്യോഗസ്ഥനും നിയമസഹായ കമ്മിറ്റി പ്രതിനിധിയും കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയിൽ കോടതി കരാർ അനുസരിച്ചുള്ള പണം സമാഹരിച്ച വിവരം വാദിഭാഗത്തെ അറിയിക്കും. വ്യവസായികളായ MA യൂസഫ് അലിയും ബോബി ചെമ്മണ്ണൂരുമെല്ലാം മോചനത്തിനായുള്ള ഇടപെടൽ നടത്തിയവരിൽ ഉൾപ്പെടുന്നുണ്ട്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായവും തേടിയിട്ടുണ്ട്. അബ്ദുറഹീമിന്റെ മോചനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ മലയാളിയും. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.